കാസർഗോഡ് ധർമ്മത്തടുക്കയിൽ കെട്ടിടം തകർന്നു വീണു. കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണും അപകടമുണ്ടായിട്ടുണ്ട്. തലമുകൾ ചെല്ലങ്കയത്താണ് ഈ അപകടമുണ്ടായത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ കനത്ത മഴ വലിയ തോതിൽ നാശം വിതയ്ക്കുകയാണ്. ഈ കാറിലുണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടല്ലോ അല്ലേ? വിജയകുമാർ, ആർക്കും പരിക്കില്ല എന്നാണ് ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നത്. കാസർഗോഡ് ധർമ്മത്തടുക്കയിലാണ് ഈ അപകടമുണ്ടായത്. തലമുകർ ചള്ളങ്കയമാണ് ഈ പ്രദേശം. അവിടെ ഈ കുന്നിന്റെ പേര് പ്രദേശവാസികൾ പറയുന്നത് തൊപ്പിക്കുന്ന് എന്നാണ്. ഈ തൊപ്പിക്കുന്ന് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ 5 വീടുകൾക്ക് അപകട ഭീഷണിയുണ്ട് എന്ന് പറയുന്നു. ഈ പ്രദേശവാസിയായ ധർമ്മത്തടുക്ക ചള്ളങ്കയം സ്വദേശി മുഹമ്മദ് ഹാരിസ് മാതാവിനെയും കൊണ്ട് ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിനായി പോയി തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്ന വീട്ടിലേക്ക് വണ്ടി കയറില്ല. അങ്ങനെ കാറ് ആ സ്ഥലത്ത് നിർത്തി അവർ വീട്ടിലേക്ക് പോയ അതിനു പുറകെ ആ കുന്ന ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. പ്രദേശത്തൊരു CPIM-ന്റെ പാർട്ടി ഓഫീസുണ്ട്. ആ പാർട്ടി ഓഫീസിന്റെ ഭാഗത്തേക്ക് കൂടി ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാറിന്റെ ഭാഗികമായി, അതായത് കാറിന്റെ മുൻവശം പൂർണ്ണമായും മണ്ണിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി ഭാഗത്ത്, അതായത് ഗ്ലാസുകളൊക്കെ, പുറകുവശത്തെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നതാണ് ഈ ആശ്വാസകരമായ കാര്യം. അത്ഭുതകരമായാണ് ആ വീട്ടുകാർ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് അവർ അപ്പോൾ മാത്രം അവിടെ നിന്ന് മാറിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് അവർ മാറിയതിന് തൊട്ട് പുറകെയാണ് ഈ കാറിന് മുകളിലേക്ക് ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്നത്. വലിയൊരു കുന്നാണ്. 5ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ട്. ആ വീടുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നു. അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് വിജയകുമാർ. അവിടെ ഉള്ള ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അരുൺ? അങ്ങനെ മണ്ണിടിച്ചിലിന് തുടർച്ചയായി ഇനി അപകടത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവരെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടി വരില്ല? ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ശക്തമായ മണ്ണിടിച്ചിലാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അപകട സാധ്യതാ മേഖലയാണെന്ന് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിജയകുമാർ, ഇത് കാസർഗോഡ് നഗരത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ റോഡിന് സമീപത്തുള്ള വീടുകൾക്കാണ് ഇപ്പോൾ കേടുപാടുകൾ പറ്റിയതും കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളത്. ആ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള 5 വീടുകളിലുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ജില്ലാ ഭരണകൂടം അതിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട്. ആ കുന്ന് ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വീഴുകയാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. വിജയകുമാർ. യെസ്, അരുൺ പാറയ്ക്കലാണ് ഈ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ മഴ അതിശക്തമാണ്. ആ മേഖലയിൽ മണ്ണിടിച്ചിലടക്കം പ്രശ്നങ്ങളുണ്ട്. അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ചില കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്യുന്നു.